കോളേജ് ക്യാമ്പസിൻ്റെയൊക്കെ ആണോന്ന് അറിയില്ല, പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള ചിലപ്പോൾ ഫ്രീഡം കൊണ്ടാണോന്ന് അറിയില്ല, പലപ്പോഴും 60% മാർക്കിന് താഴെയാണ് കുട്ടികൾ പലപ്പോഴും. നന്നായി പഠിക്കുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ, നമുക്കറിയാം ഗാർഡിയൻസൊക്കെ വന്ന് പറയുമ്പോഴൊക്കെ സാർ അത് പറ്റിപ്പോയി, അങ്ങനെ കിട്ടിയില്ല, 60% താഴെയാണ് മാർക്ക് വരുന്നത്, എന്താ ചെയ്യാൻ പറ്റും? യെസ്, മാർക്ക് ഒരു വലിയൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ മാർക്ക് പല രാജ്യങ്ങളും ഈ 60% മാർക്ക് മിനിമം വേണമെന്ന് പറയുന്നുണ്ട്. അത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള UG കോഴ്സിന് ചേരാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ UG കഴിഞ്ഞിട്ട് PGക്ക് ചേരാനാണെങ്കിലും മിനിമം 60 എന്നുള്ളതാണ് കോമൺ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതിൽ കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാവുന്ന രാജ്യങ്ങൾ എന്തെങ്കിലും ഫ്രാൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്, മാൾട്ട അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, ഒരുപക്ഷെ സിംഗപ്പൂര് അവർക്ക് ഈസി ആയിട്ട് അവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. യൂറോപ്പിൽ തന്നെ ഷെങ്കനായിട്ടുള്ള സ്ലൊവേനിയയിലും അവർക്ക് ഈ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സ്പെയിനിൽ അവർക്ക് അവൈലബിൾ ആണ്, 60% താഴെയാണ്. പിന്നെ അവർക്ക് വേണമെങ്കിൽ അൽബേനിയ യൂറോപ്പിൽ തന്നെയാണ്, പക്ഷെ ഷെങ്കൻ രാജ്യമല്ല. അർമീനിയ അവർക്ക് പോസിബിൾ ആണ്. അതേപോലെ തന്നെ അവർക്ക് മോണ്ടിനെഗ്രോ എന്നൊരു രാജ്യം കൂടിയുണ്ട്, ആ രാജ്യം അവർക്ക് പോസിബിൾ ആണ്. സൈപ്രസ്, അങ്ങനെ ധാരാളം രാജ്യങ്ങൾ അവർക്ക് 60% താഴെ. ജർമ്മനിയിലും പറയപ്പെടുന്നു, ജർമ്മനിയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അവർ അനുവദിക്കും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ സാധാരണ കുട്ടികളൊക്കെ പൊതുവെ ചോദിച്ചു വരുന്നത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആണല്ലോ എഡ്യൂക്കേഷൻ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അലൗഡ് ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും, ചെറിയ ഫീസ് അല്ല, ഏകദേശം 8 ലക്ഷം അടുത്ത് ഫീസ് ഉണ്ടായിരിക്കും അവർക്ക് പെർ ഇയറിൽ. അവർക്കും മാർക്ക് കുറവാണെങ്കിൽ പോകാനായിട്ട് സാധിക്കും.